സർവം കൃഷ്ണ അർപ്പണമസ്തു. കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള ശിവക്ഷേത്രങ്ങളിലൊന്ന്. ഇവിടെ ഒരു വിളക്ക് 1540 മുതൽ ഇന്ന് വരെ ഒരിക്കലും കെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമോ? മറ്റൊരത്ഭുതം, 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും, 7.5 പൊന്നാന. ഈ സ്വർണ്ണ രഹസ്യം ഇന്നും ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നു. രാവണന്റെ സഹോദരനായ ഖരൻ കൊണ്ടുവന്ന ശിവലിംഗവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ ഈ 3 ക്ഷേത്രങ്ങൾ തമ്മിലുള്ള അതിഗൂഢമായ ബന്ധം. എല്ലാ രഹസ്യങ്ങളും ചരിത്രവും ഐതിഹ്യങ്ങളും ചേർത്ത് നമുക്കിപ്പോൾ എത്താം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ അത്ഭുത ലോകത്തിലേക്ക്. ദക്ഷിണ ഭാരതത്തിലെ പുകൾപ്പറ്റ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ MC റോഡിന്റെ കിഴക്കുവശത്താണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട്. ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് കരുതിപ്പോരുന്നു. 4 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. രാവണന്റെ സഹോദരനായ ഖരൻ, അല്ലെങ്കിൽ അതേ പേരുകാരനായ മഹർഷി, മുത്തച്ഛനായ മാല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് ചെന്ന് ശിവനെ ഭജിച്ച് തപസ്സിരുന്നു. തപസ്സിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ട ശിവൻ അവന് 3 ശിവലിംഗങ്ങൾ കൊടുത്തു. അവയിലൊന്ന് വലത്തെ കൈയിലും മറ്റേത് ഇടത്തെ കൈയിലും, ശേഷിച്ചൊന്ന് കൊണ്ടും കടിച്ചു പിടിച്ച് ആകാശമാർഗേണ യാത്രയായി. യാത്ര കാരണം ക്ഷീണിച്ച ഖരൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വിശ്രമിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് 3 ശിവലിംഗങ്ങളും ഇറക്കി വെച്ച് ഖരൻ വിശ്രമിച്ചു. വിശ്രമത്തിന് ശേഷം എഴുന്നേറ്റ് പോകാൻ നിന്ന ഖരൻ ശിവലിംഗങ്ങൾ ഉറച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ തന്നെ ശിവന്റെ ഒരു അശരീരി മുഴങ്ങി. ഇവിടെയാണ് ഞാൻ താമസിക്കാൻ കണ്ടുവച്ചിരിക്കുന്ന ഏറ്റവും ഉചിതമായ സ്ഥലം. തുടർന്ന് 3 ശിവലിംഗങ്ങളും അവിടെയുണ്ടായിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തി നേടി. ഖരൻ വലത്തെ കയ്യിൽ പിടിച്ചിരുന്ന ശിവലിംഗം വൈക്കത്തും ഇടത്തെ കയ്യിൽ പിടിച്ചിരുന്ന ശിവലിംഗം ഏറ്റുമാനൂരിലും കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ 3 ഒരേ ദിവസം ദർശനം ഉച്ചയ്ക്ക് മുമ്പ് നടത്തുന്നത് ഉത്തമമാണത്രേ. ഇന്നും പല ഭക്തരും ഈ രീതി തുടർന്നു വരുന്നുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിലില്ല. ക്ഷേത്രം ആദ്യം വടക്കൻകൂർ രാജ്യത്തായിരുന്നു. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ 8 മനക്കാരായിരുന്നു. ഇതുവഴി 8 മനയൂർ എന്ന പേരും സ്ഥലത്തിന് വന്നു. അതാണ് പിന്നീട് ലോപിച്ച് ഏറ്റുമാനൂരായതെന്ന് പറയപ്പെടുന്നു. 8 മനക്കാർക്കിടയിലെ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം തകർന്നുപോയി. പിന്നീട് കൊല്ലവർഷം 929 ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു. തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺറോ പ്രഭുവിന്റെ ആശയമായിരുന്നു ഇത്. ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ 2 പ്രത്യേകതകളാണ്. ഒന്ന്, വലിയ വിളക്കും 7.5 പൊന്നാനയും. ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ്. ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് 5 തിരികളോടുകൂടി ഒരു കെടാവിളക്കാണ്. 4 പ്രധാന ദിക്കുകളിലേക്ക്, അതായത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. 5ാമത്തെ തിരി വടക്ക് കിഴക്ക് ഭാഗത്തേക്കുമായിട്ടാണ്. 1540-ലാണ് ഈ ദീപം സ്ഥാപിച്ചത്. പിന്നീട് ഇതുവരെ അത് കെട്ടിട്ടില്ല. സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് തീർത്തത്. തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്ര അധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു. ചിലർ മൂശാരിയോട് ഇങ്ങനെ ചോദിച്ചു: ഇത്രയും വലിയ വിളക്ക് ഞങ്ങളാരും കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല, ഇതെവിടെ സ്ഥാപിക്കും? മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല. ആ സമയത്ത് ക്ഷേത്രത്തിനകത്ത് നിന്നൊരാൾ തുള്ളി വന്ന മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദീപം ബലിക്കൽപുരയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. ആ സമയത്ത് ഒരു വൻ ഇടിമിന്നൽ ഉണ്ടായെന്നും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു എന്ന് വിശ്വാസം. മൂശാരിയെയും വിഗ്രഹം തറച്ച വിദ്വാനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല. 7.5 പൊന്നാന പേര് സൂചിപ്പിക്കുന്നത് പോലെ 7 വലിയ ആനകളും ഒരു ചെറിയ ആനകളും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത്. വരിക്കപ്ലാവിൻ തടിയിൽ തീർത്ത സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ. ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴക്കുലയും ഉണ്ടാക്കിയിരുന്നു. കുംഭമാസത്തിൽ ഉത്സവത്തിന് ഇടയ്ക്ക് 8ാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ പ്രദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം 7.5 പൊന്നാനകളും പ്രദർശനത്തിന് വെക്കും. ആറാട്ട് ദിവസം തീവെട്ടികളുടെ വെളിച്ചത്തിൽ 4 പേർ ചേർന്ന് ഇവയെ ശിരസിലേറ്റുന്ന പതിവുമുണ്ട്. ഇത് തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു. എന്നാൽ
അത് നടപ്പിലാക്കും മുമ്പ് അദ്ദേഹം നാട് നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിന്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടക്കിവെച്ചത്. വാസ്തവത്തിൽ 7.5 പൊന്നാന വൈക്കത്ത് സ്ഥാപിക്കാൻ വെച്ചിരുന്ന വഴിപാടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഏറ്റുമാനൂരെത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കാനും മറ്റുമായി രാജാവും ഭടന്മാരും കൂടി ഏറ്റുമാനൂർ അമ്പലത്തിലെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി 7.5 പൊന്നാനകളെ ഇറക്കി വെച്ച് അവിടെ വിശ്രമിച്ചു. എന്നാൽ പോകാൻ നേരത്ത് ആനകളുടെ ദേഹത്ത് നിന്ന് ഉഗ്രസർപ്പങ്ങൾ ഫണം വിടർത്തി നിന്നു. കോപക്രാന്തരായ രാജാവും ഭടന്മാരും അടുത്തുള്ള ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി. അപ്പോൾ അവ ഏറ്റുമാനൂരിൽ തന്നെ സമർപ്പിക്കണമെന്നും അതാണ് ഭഗവാന്റെ ആഗ്രഹമെന്നും തെളിഞ്ഞു. തുടർന്ന് 1769 മെയ് മാസം 14 വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തത്തിൽ 7.5 പൊന്നാനകളെ ഭഗവാന് നടക്കിവെച്ചു. പിന്നീട് മറ്റൊരു 7.5 പൊന്നാനയുണ്ടാക്കി അത് വൈക്കത്ത് സമർപ്പിക്കാമെന്ന് ധർമ്മരാജ വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിന് വൈക്കത്തപ്പന്റെ സ്വപ്നദർശനമുണ്ടായി. അതിൽ ഭഗവാന്റെ അരുളപ്പാട് ഇങ്ങനെയായിരുന്നു: മകനെ, നീ എൻ്റെ അടുത്ത് മറ്റൊരു 7.5 പൊന്നാന സമർപ്പിക്കേണ്ടതില്ല. പകരം അതിന് വന്ന ചെലവിൽ കുറച്ച് സഹസ്രകലശം നടത്തിയാൽ മതി. പിറ്റേന്ന് തന്നെ ധർമ്മരാജ വൈക്കത്തേക്ക് പുറപ്പെട്ടു. വൈക്കത്തെത്തിയ അദ്ദേഹം 7.5 പൊന്നാന നേരാൻ വെച്ച തുക കൊണ്ട് വൈക്കത്തപ്പന് സഹസ്രകലശം നടത്തുകയും ക്ഷേത്രത്തിലെ പ്രസാദമായ പ്രാതലുണ്ട് ആനന്ദ ദർശനം നടത്തി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ 7.5 പൊന്നാന കൊടുത്തതിൽ വൈക്കത്തപ്പന് ഏറ്റുമാനൂരപ്പനുമായി പിണക്കമുണ്ടെന്നാണ് അടുത്ത കാലം വരെ ഭക്തർ വിശ്വസിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് അതിന് തെളിവായി ഏറ്റുമാനൂർക്കാർ വൈക്കത്ത് അഷ്ടമി ദർശനത്തിനോ വൈക്കത്തുകാർ തിരിച്ച് ഏറ്റുമാനൂർ ആസ്ഥാന മണ്ഡപ ദർശനത്തിനോ പോയിരുന്നില്ല. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.